മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മെസ്സിയും അർജന്റീന ടീമും പയ്യനാട്ടേക്ക്. ഇതിനു മുന്നോടിയായി മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തോട് ചേർന്ന് ഫിഫ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പുതിയ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. മഞ്ചേരി പയ്യനാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുതിയ സ്റ്റേഡിയം മാർച്ചോടെ നിർമ്മാണം തുടങ്ങി 18 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പയ്യനാട് നിലവിലുള്ള സ്റ്റേഡിയം പ്രാക്ടീസ് ഗ്രൗണ്ടാക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കൈവശം പയ്യനാട് 25 ഏക്കർ ഭൂമിയുണ്ട്. സ്റ്റേഡിയത്തിന്റെ ഡിസൈൻ അവസാന ഘട്ടത്തിലാണ്. സർക്കാർ ഏജൻസികൾക്ക് പുറമെ സ്വകാര്യ ഡിസൈനർമാരുടെ സേവനവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഫിഫയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഡിയത്തിൽ 50,000 പേർക്ക് കളി കാണാനുള്ള സൗകര്യമുണ്ടാകും. പുൽത്തകിടി, ഘടന, വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള സംവിധാനം, ടീമുകൾക്കുള്ള ഡ്രസ്സിംഗ് റൂം, മൈതാനത്തിന്റെ വലിപ്പം, കാണികളുടെ ഇരിപ്പിടം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പാർക്കിംഗ് അടക്കം സജ്ജമാക്കി അന്താരാഷ്ട്ര നിലവാരത്തോടെയാകും മൈതാനം നിർമ്മിക്കുക. ചതുരാകൃതി മാതൃകയിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന് ആവശ്യമായ സ്ഥലം നിലവിൽ പയ്യനാട് ലഭ്യമാണെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ഡിസംബർ പകുതിയോടെ കായിക മന്ത്രി വി അബ്ദുറഹ്മാന് മുന്നിൽ പദ്ധതിയുടെ വിശദവിവരങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് അവതരിപ്പിച്ചിരുന്നു. പദ്ധതിയുമായി മുൻപോട്ടു പോകാനാണ് കായിക വകുപ്പിന്റെ തീരുമാനം. 75 കോടിയോളം രൂപയാണ് പദ്ധതി ചെലവ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയം നിർമ്മിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരും. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.